സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ചില നേഴ്സന്മാർ, അതായത് ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സന്മാർ ഈ ഗർഭിണികളോട് വേശ്യകളെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു ചാനലിൽ കണ്ട ഒരു ന്യൂസാണ്. ഏതായാലും ഞാനത് പിന്നെ എടുത്ത് നോക്കുമ്പോൾ അവർ ഒരുപാട് ഉദാഹരണങ്ങളാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സന്മാർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് രോഗികൾ പെരുമാറുന്നത് എന്ന് ഞാനങ്ങനെ നമ്മുടെ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളോടൊന്ന് അന്വേഷിച്ചു. അതായത് അവിടെ പോയിട്ട് പ്രസവത്തിനും അതിനൊക്കെ പോയ ചില ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴേ അവർ പറയുന്നൊരു കാര്യം ഇതാണ്. അതായത് ചില നേഴ്സന്മാർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഫഷൻ പോലും പറയിപ്പിക്കുന്ന തരത്തിലാണ് ഇവരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനോട് പെരുമാറുന്ന, അല്ലെങ്കിൽ ഒരു രോഗിയോട് പെരുമാറുന്നത് പോലെയല്ല, ഒരു പ്രത്യേക തരത്തിലാണ് ഇവരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സ്നേഹമില്ലാതെ, അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്കില്ലാതെ ഇവരെയൊക്കെയാണ് നമ്മൾ മാലാഖമാർ, മറ്റേ മാങ്ങാത്തൊലികൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കിളവികളെയൊക്കെ അടിച്ചോടിച്ചതിന് ശേഷം നല്ല കുട്ടികളെ കൊണ്ടിട്ട്, അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് മേഖലയിൽ നിന്നും ഒരുപാട് കുട്ടികൾ, ഇതിൽ താല്പര്യമുള്ള കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കിളവികളെ എടുത്ത് ഒഴിവാക്കുക അവിടുന്ന്. അതായത് ഈ സീനിയർ സൂപ്രണ്ട് മറ്റേത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ട്. ഒരു സ്നേഹമില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ഒന്ന് ചോദിച്ചാൽ മര്യാദയ്ക്ക് മറുപടി പറയില്ല. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ പോയി കേട്ടിട്ടുണ്ടോ? അതായത് എന്തൊരു സ്നേഹമായിട്ടാണ് അവരൊക്കെ പെരുമാറുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് അവിടെ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അവർ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് തൂക്കിയെറിയും. ഇവിടെ അതല്ലല്ലോ. ഇവിടെ ഇവരെ പേരിൽ ഒരു വസ്തു പോലും, ഒരു ആക്ഷൻ പോലും എടുക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്താ? യൂണിയൻ ഉണ്ട്. യൂണിയൻ എന്ത് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും യൂണിയൻ ഉണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ പേരിൽ കേസ് എടുത്ത് കഴിഞ്ഞാലോ, ഇല്ലെങ്കിൽ ഇവരെ സൂപ്രണ്ടിന് ഇപ്പം 2 ദിവസം സസ്പെൻഡ് ചെയ്താലോ, അപ്പോഴെന്ന് പറഞ്ഞാൽ യൂണിയൻ ഉണ്ട്. എല്ലാവർക്കും വേണ്ടത് എന്താണെന്നറിയില്ലേ? ഈ ചെമ്പ് മാത്രമേ വേണ്ടൂ. അതായത് ഗവൺമെൻറ്റിൻ്റെ സാലറി മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ്. അതായത് ഇവരൊന്നും വേറെ തരത്തിലുള്ള യാതൊരുവിധ എത്തിക്സും ഇവരുടെ ജോലിയോടില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 95% ആൾക്കാരും ഇതുപോലെയാണെങ്കിലും ഒരു 5% നേഴ്സന്മാരുണ്ട്. എനിക്കറിയുന്ന ഒരു നേഴ്സുണ്ട്. ആ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചായ വരെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. അത്രമാത്രം സ്നേഹമുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ പറയിക്കുന്ന തരത്തിലാണ് ഈ ചില നേഴ്സന്മാർ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരായ, ഇല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യണം. അതായത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്, അങ്ങനെയുള്ള മേഖലയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാക്കണ്ട. എൻ്റെ ക്യാമറാമാനോടാണ് ഞാൻ പറയുന്നത്, ആ ഒരു കടലിലൊന്ന് കാണിച്ചു കൊടുക്കുക. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. അത് താഴേക്ക് പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കടലിൽ നിന്ന് പൊക്കിയെടുത്ത് വരേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല പാറ ഇടുക്കുകളാണ്. അതുപോലെ തന്നെ വിശാലമായത്, അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീര്യവലയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരു ആശ്വാസം എന്നുള്ളതാണ്. വളരെ നല്ലൊരു ആശ്വാസമാണ് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേഴ്സ് മേഖല, അതായത് അവിടെയുള്ള സൂപ്രണ്ട് ആയിക്കഴിഞ്ഞാലും അതുപോലെ മറ്റുള്ളവരായി കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ഒരാൾ പോലും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അതായത് കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് അവരെ വളരെ മികച്ചതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രസവത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള ആശുപത്രികളെയാണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള ഈ ജീവനക്കാരുടെ പെരുമാറ്റ രീതി തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രസവത്തിനൊന്നും റിസ്ക് എടുക്കാൻ കഴിയില്ല. പൈസ ഇല്ലെങ്കിൽ കൂടി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ചിട്ടായാലും ആണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിലും വേണ്ടിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം, ഒരു റിസ്കിന് വയ്യ. അവിടെ ആകുമ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും, നല്ല റൂമുകൾ കിട്ടും, ഇതെല്ലാം കിട്ടും. പക്ഷേ ഇവിടെ എന്താണ് കിട്ടുന്നത്? ഇവിടെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ നക്കികൾ. അതേ ഞാൻ പറയുള്ളൂ. അതായത് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല. തുടക്കുന്ന ഒരു സ്ത്രീയോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഇതെന്താ ആരും കണ്ടിട്ടില്ലാത്ത പോലെയാണ് നോക്കുന്നത്. നമ്മൾ ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ചേച്ചി ഈ ഫാർമസി ഏരിയ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാമെന്നറിയാം? പോയി ചോദിക്കണോ, ഇല്ലേ പോയിട്ട് അന്വേഷിക്കും, ഇങ്ങനെയാ പറയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കിട്ടാതെ നമ്മളിവിടെ വെറുതെ ഇരിക്കുന്ന. ഇതൊക്കെയാണ് ഇവരുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായി? ഒരാൾക്ക് ഒരു വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരോട് പോയിട്ട് പറയുന്നു. ഈ വേദനയുണ്ടെന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരപ്പോൾ തന്നെ നോക്കുന്നത് എന്താണെന്നറിയില്ല. അതായത് വേദന കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ മന്ത്രം ചൊല്ലുന്നുണ്ടാ.
വേദന പോകും, കുറച്ച് കഴിയട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ നമ്മുടെ നേഴ്സുമാർക്കാവില്ല. ഇവരെയാണ് നമ്മൾ കാവൽ മാലാകമാർ അല്ലെങ്കിൽ മാലാക കുഞ്ഞുങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ നന്മയുള്ള ലോകമേ നന്മയുള്ള ലോകമേ ഈ പാട്ടില്ലോണ്ടില്ലേ കുറേ നേഴ്സുമാർ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് നേഴ്സുമാർ ഈ പാട്ടുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല നല്ല ആൾക്കാരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇതുപോലെയുള്ള കൂതറകളാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൂടുതലുമായിട്ടുള്ളത്. വേശ്യകളെ പോലെ. അതായത് ഒരു സ്ത്രീ പ്രസവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ ഇവിടുന്നോ അവിഹിതമായിട്ട് ഗർഭം ധരിച്ച് വന്നതുപോലെയാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ. ഭയങ്കരമായിട്ട് ഒരു നല്ല സ്നേഹത്തോടെയുള്ള വാക്കുകളില്ല. ഇവർ എന്തോ ഒരു അറക്കുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ ഈ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ചെയ്യില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ യൂണിയൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യും. നിങ്ങളൊരു 2 പേരെടുത്ത് പുറത്തിട്ട് നോക്കിയാട്ടെ. അതാണ് വേണ്ടത്. ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നവരെ അപ്പോൾ തന്നെ നിരീക്ഷിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ എടുത്ത് പുറത്തിട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ മക്കളിൽ അവരെ ചേർക്ക്. അവരെന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. തൊഴിലില്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യവും പറഞ്ഞ് ഭർത്താവിൻ്റെ കാര്യവും കുഞ്ഞുങ്ങളെ കാര്യവും മാത്രം പറയുന്ന കുറേ ഊളകൾ. അതാണ് ഇവിടെയുള്ള നേഴ്സന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാട്ടം തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതൊരിക്കലും എന്ന് പറഞ്ഞാൽ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഇടപെടുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ഈ ശൈലജ ടീച്ചറായാലും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവരും കേട്ടോ. ഒരു രാഷ്ട്രീയ പാർട്ടീനെ മാത്രം ഞാൻ പറയുന്നില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല ഈ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുന്നത്. സ്റ്റിക്ക വകയില്ലാത്ത ആൾക്കാർ തന്നെയാണ്, വളരെ പാവപ്പെട്ടവർ. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്നത്. അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സുമാർ തന്നെയാണ്. അവർക്കറിയാം ഇവറ്റകളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇവറ്റകൾ വേറെ എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കും എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് തന്നെയാണ് ഈ നേഴ്സുമാർക്ക്. അതുകൊണ്ടല്ലേ ഇവർ പിന്നെ ഈ തണ്ടും ഇതെല്ലാം ഇത് ചെയ്യുന്നത്. ഈ ചെറിയ ആശുപത്രിയിലുള്ള ഒരു പ്രശ്നം ഇതാണ്. അതായത് സെക്യൂരിറ്റിക്കാരുടെ പീഡനം ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ സെക്യൂരിറ്റിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ ഈ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി കാക്കൂലേ, അതുപോലെയല്ലേ കളിയാന്നോ കളിക്കുക. അതായത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വകവരുത്തും എന്നുള്ള തരത്തിൽ ഗുണ്ടായുസമായിട്ട് പെരുമാറുന്ന സെക്യൂരിറ്റിക്കാർ വരെയുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും മര്യാദയ്ക്ക് പറയില്ല. ഇപ്പോഴെന്താണോ കയറ്റി വിടാതെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന മറുപടി എന്താണെന്നറിയാം. ഇത് തോന്നും പോലെ വരാൻ എന്താ ഭാര്യ വീടാ ഇത് എന്ന് എല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളവനെയൊക്കെ നീരിടാത്തത് എന്തുകൊണ്ടാണെന്നറിയാം. പിന്നെ ഒരു പ്രശ്നത്തിന് പോകാൻ കഴിയില്ല. അതായത് ഇവന്മാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആശുപത്രി ആക്രമിച്ചേ, അയ്യോ എന്നെ തല്ലിയേ, അയ്യോ എന്നെ ആശുപത്രി ആക്രമിച്ചേ, എന്നെ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ടുള്ള കേസായിരിക്കും വരിക. പക്ഷേ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ടീമുകളാ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പൊറുതി മുട്ടിയിട്ട്, അതായത് ഒരുപാട് വിഷമവും സങ്കടവും ടെൻഷനും ഒക്കെ കൊണ്ടാണ് ഇവരൊക്കെ ആശുപത്രിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ വളരെ മോശമായിട്ട് പെരുമാറുന്നത്. അങ്ങനെ നേരിട്ട സംഭവങ്ങൾ കൂടിയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് നേരിട്ടിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള സെക്യൂരിറ്റിക്കാരുടെ ഈ പിന്നെ എന്താ പറയുക തന്തയില്ലായ്മ, അതുപോലെ ഈ പിന്നെ എന്താ പറയുക തുടക്കുന്ന ടീം വരെ മര്യാദയ്ക്ക് പെരുമാറുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സന്മാർ എന്ന് പറയുന്നത് ക്രൂരമായിട്ട് പെരുമാറുന്നു, വളരെ മോശമായിട്ട് പെരുമാറുന്നു, വേശ്യകളെ പോലെ കാണുന്നു. ഇതൊക്കെ നേര് തന്നെയാണ് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിട്ടെങ്കിലില്ല, തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ ഒരു 500 രൂപ വായ്പ തരാം. ഞാൻ എന്തിനാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് ഭാര്യനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെയാ, അതിനെന്താണോ വേണ്ടത്, അതിന് 500 രൂപേൻ്റെ ആവശ്യമുണ്ട്. ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തെളിവൊന്നും കൊടുക്കാനില്ല. പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു പരമമായ ഒരു സത്യം തന്നെയാണ്. അപ്പം നമ്മളെ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മളെ നികുതി പണം കൊണ്ട് ഇങ്ങനെ തിന്നു മുടിച്ച് ജീവിക്കുന്ന കുറേ താപ്പാനകളുണ്ട്. ഈ താപ്പാനകളെ നിലക്ക് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവാലയമായിരിക്കണം. ആ ദേവാലയത്തിലൊന്നും ഇങ്ങനെ പെരുമാറത്തില്ല കേട്ടോ. ദേവാലയത്തിൽ ഇതിലും വലിയ പ്രശ്നമാണ്. അതായത് വരി നിൽക്കുന്നവൻ ഇപ്പം തൂവാൻ വേണ്ടി വരി നിൽക്കുന്നവനെ പിടിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അമ്മാതിരി തോന്നിവാസമാണ് ദേവാലയത്തിൽ നടക്കുന്നത്. അപ്പോൾ എവിടെയാണോ ഇതിനൊരു നല്ലൊരു സൊല്യൂഷൻ? എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ന്യൂജൻ കുട്ടികളില്ലേ, ഈ പഴയ ചിന്താഗതിക്കാരായ ഇവന്മാരെല്ലാം മാറ്റിയിട്ട് പുതിയ കുട്ടികളെ കൊണ്ടുവരണം. അവർക്ക് മാത്രം ഇത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് നമ്മളെ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരുന്നല്ലോ, ആ കടലിലേക്കുള്ള അതിന് പോയിരുന്നു.
അപ്പോൾ അതിന് പോയപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ കേട്ടോ, എന്തൊരു സ്നേഹമായിട്ടാണ് ആ കുട്ടികൾ പെരുമാറുന്നത്. എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ അവർ മുന്നിലുണ്ടായിരുന്നു. അതുപോലെയുള്ള കുട്ടികളെ ഏൽപ്പിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങൾ ഒന്നും നോക്കണ്ട, ആ കിടക്ക് കാണുന്നില്ലേ, മഹാസാഗരമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.